ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗംഗേനെയും ശങ്കറിനെയാണ്. അപ്പോഴത്തേനും ശങ്കറിൻ്റെ അടുത്ത് വന്നിങ്ങനെ ഇരിക്കുകയാണ് ഗംഗ. അതെ, നിൻ്റെ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് അത് അത്ര പന്തിയല്ല കേട്ടോ ഗംഗ. നിൻ്റെ ആ നോട്ടവും പെരുമാറ്റവും ഒന്നും ശരിയല്ല. അപ്പോൾ ശങ്കർ ചെയ്തിട്ട് അതെ, എൻ്റെ നോട്ടത്തിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അതെന്താ നിനക്ക് ആ കുഴപ്പം കേട്ടോ ശങ്കു? കുഴപ്പമില്ലെന്നോ നിനക്ക് തോന്നണം കേട്ടോ ഗംഗേ. പറഞ്ഞേക്കാം. അപ്പോൾ ഗംഗ വീണ്ടും ശങ്കുവിൻ്റെ അടുത്തേക്ക് ഇരിക്കുകയാണ്. അപ്പോൾ രാധാമണി ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എനിക്കിത് കണ്ടിട്ട് എനിക്ക് തന്നെ നാണം തോന്നുക എന്ന് പറഞ്ഞു. അല്ല, എന്താടാ നിനക്ക് തോന്നുന്നത് എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നു ഗംഗേ, നീ ഇങ്ങനെ നോക്കാതിരിക്കുക കേട്ടോ എന്ന് പറഞ്ഞു. അതെ, നിൻ്റെ നോട്ടം കണ്ടിട്ട് തന്നെ എനിക്ക് പറ്റണില്ല. എൻ്റെ നോട്ടത്തിന് എന്താ ശങ്കു? പണ്ടേ നിന്നെ നോക്കാറുള്ളത് ഇങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിച്ചു. അതെ, ഞാൻ അറിയാത്തൊന്നും അല്ലല്ലോ. പക്ഷെ പണ്ട് നീ ഇങ്ങനെയൊന്നും അല്ല. പക്ഷേ ഈ അടുത്താട്ടോ നിനക്ക് എന്തോ മാറ്റം വന്നത്. അപ്പോൾ വേഗം രാധാമണി കള്ളൻ അവനെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അല്ല ശങ്കു, നിനക്ക് ശരിക്കും എന്താടാ പ്രശ്നം? എന്തിനാ നീ എൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറി കിടക്കുന്നത്? ആരെ പേടിച്ചിട്ടാ ശങ്കു? ശങ്കു നീ പറ. വേഗം ശങ്കർ എഴുന്നേറ്റ് പോകാൻ നോക്കുകയാണ്. അപ്പോൾ കൈക്ക് കയറി പിടിച്ചിട്ട് അതെ, അത് പറയാതെ നിന്നെ ഞാൻ വിടില്ല കേട്ടോ ഗംഗേ. മര്യാദയ്ക്ക് നീ എൻ്റെ കയ്യമ്മ വിടിട്ടോ, അതാ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഗംഗുമോക്ക് ഇപ്പോൾ ഒരട്ടി കിട്ടും. എന്നാൽ നീ രക്ഷപ്പെട്ടു കേട്ടോ മോളെ എന്നൊക്കെ പറഞ്ഞ് രാധാമണി ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അവരുടെ പെർഫോമൻസ് കണ്ട് ശങ്കർ വേഗം കൈ അങ്ങ് വിടിച്ചു. എന്നിട്ട് ഗൗരവത്തിൽ ഗംഗേ, ഞാൻ ക്ലിയർ ആയിട്ടൊരു കാര്യം അങ്ങ് പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ മനസ്സിൽ ഒരേ ഒരു പെണ്ണിന് മാത്രമേ സ്ഥാനമുള്ളൂ. അതെ, അതെൻ്റെ ഗൗരിക്ക് മാത്രമാണ്. മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു. എൻ്റെ മരണം വരെ അതങ്ങനെ തന്നെയായിരിക്കും. മറ്റാർക്കും എൻ്റെ മനസ്സിൽ ഒരിടവുമില്ല കേട്ടോ. അത് നീ ഓർക്കണത് ഒന്ന് നല്ലതാട്ടോ എന്ന് പറഞ്ഞിട്ട് ശങ്കര ദേഷ്യപ്പെട്ട് അങ്ങ് കയറിപ്പോയി. അപ്പോൾ രാധാമണി ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ. അപ്പം വേഗം തന്നെ സമാധാനിപ്പിക്കാൻ വരുന്നുണ്ട് അമ്മായിയമ്മ. ഇപ്പോൾ വരും. അപ്പോൾ രാധാമണി നേരെ ഗംഗയുടെ അടുത്തേക്ക് ചെന്നു. രാധമായി, ശങ്കു പറഞ്ഞ കേട്ടില്ലേ? ശങ്കുവിൻ്റെ മനസ്സിൽ ഗൗരിക്കല്ലാതെ മറ്റൊരു പെണ്ണിനും ഒരിക്കലും സ്ഥാനം ഉണ്ടാവില്ല എന്ന്. അവനും അവൻ്റെ ഗൗരിയും സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ. അവർക്കിടയിൽ കട്ടോടുമായിട്ട് ഞാൻ എന്തിനാ? ഞാൻ വേണ്ട അമ്മായി. അവനും അവൻ്റെ ഗൗരിയും സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഗംഗ വേഗം പോകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പൊന്ന് ഗംഗമോളെ, മോളിങ്ങനെ ഒരു തൊട്ടാവാടിയായിപ്പോയല്ലോ. ശങ്കർ നിൻ്റെ മാത്രം. ഗൗരിയുടെ മുന്നിൽ നീ തോറ്റു കൊടുക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അവൻ പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട. രണ്ടിനെയും രണ്ട് പാത്രമാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നിട്ട് എൻ്റെ ശങ്കറിനെ കൊണ്ട് അമ്മായി എൻ്റെ ഗംഗമോളുടെ കഴുത്തിൽ താലി കെട്ടിക്കും. എന്താ അതുപോലെ എന്ന് ചോദിച്ചു. എത്ര നടക്കാത്ത സ്വപ്നം എന്ന്. ശങ്കുവിന് അവൻ്റെ ഗൗരിയോടുള്ള സ്നേഹം ഈ അമ്മായിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ ഒരുപാട് പാടുപെടേണ്ടി വരും എൻ്റെ ഈശ്വരാ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് നമ്മുടെ ഗംഗ. പിന്നെ നമ്മൾ കാണുന്നത് ശ്യാംസാറിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി ആകെ ഭയങ്കര ഗൗരവത്തിലാട്ടോ. ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിയെ എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. അപ്പോൾ നന്ദിനിയമ്മ നോക്കിയിട്ട് എന്താ അമ്മേ, എന്ത് പറ്റി? ഒന്നുമില്ല നന്ദിനി. അതല്ലല്ലോ, ഞാൻ എൻ്റെ അമ്മയെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലല്ലോ. ഇശ്ശടാ, ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. വേഗം മുത്തശ്ശി ചൂടാകുകയാണ്. അപ്പോൾ ശ്യാമും ആരതിയും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. അമ്മയായിട്ട് ആരെങ്കിലും വഴക്കിട്ടോ? അപ്പോൾ ആരതി ഇങ്ങനെ ശ്യാമ നോക്കുക. അച്ഛനെന്തിനാ എന്നെ നോക്കണത്? ഞാൻ മുത്തശ്ശിയായിട്ട് വഴക്കിട്ടൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ചോദിച്ചു നോക്ക്. അപ്പോൾ വേഗം ആദർശ്, വേണി നീ വല്ല പണിയും ഒപ്പിച്ചു വെച്ചോ? ഞാനോ? എൻ്റെ പൊന്ന മനുഷ്യ, ദേ ഞാനിപ്പോൾ കുറച്ചായിട്ടേ ഞാൻ ഭയങ്കര പക്ക ഡീസൻ്റാട്ടോ. അതൊന്നും ഇല്ല കേട്ടോ. പിന്നെ പണ്ടാണെങ്കിൽ കശുമാങ്ങ തള്ളേ എന്നൊക്കെ വിളിച്ച് കളിയാക്കുമായിരുന്നു ഞാൻ എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും വിളിക്കാറില്ല കേട്ടോ. പിന്നെ മുത്തശ്ശി, ഞാൻ എപ്പോഴെങ്കിലും കശുമാങ്ങ തള്ളേന്ന് ഇപ്പോൾ വിളിക്കാറുണ്ടോ? വേണി നീ ആഹാരം കഴിക്കാൻ നോക്ക്. ഞാൻ കഴിച്ചോളാം കേട്ടോ മുത്തശ്ശിയെ. പിന്നെ പക്ഷേ എന്നാലും നമ്മുടെ മുത്തശ്ശി പതിവില്ലാത്ത രീതിയിൽ ഭയങ്കര സീരിയസ് ആയിട്ടാണല്ലോ ഇരിക്കണത്. അതിൻ്റെ കാര്യം എന്തുട്ടാന്ന് വെച്ചാൽ പറഞ്ഞൂടെ? നമ്മളെയൊക്കെ സംബന്ധിച്ചും ഈ വീടിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാട്ടോ വരാൻ പോണത് എന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ടതോ? പക്ഷേ അതിനെക്കുറിച്ച് ഇവിടെ ആരും ഓർക്കുന്നുമില്ല, പറയുന്നതുമില്ല.
എന്തുട്ടാ സംഭവം മുത്തശ്ശി? എനിക്കങ്ങോട്ട് പിടികിട്ടിയില്ലാലോ. ഗൗരിയുടെ പിറന്നാളാ എന്ന് വേഗം മുത്തശ്ശി പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേനും ഇവർക്കെല്ലാം സന്തോഷമായിട്ടോ. ശ്യാമൊന്നും ഞെട്ടി. എന്നിട്ട് പിന്നെ അനങ്ങാതിരിക്കുകയാണ്. ഗൗരി മോളുടെ പിറന്നാൾ എല്ലാ കൊല്ലവും നമ്മൾ ആഘോഷിക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ അതിന് ഈ കൊല്ലവും ഒരു മാറ്റം വരുത്താനും പാടില്ല എന്ന് പറഞ്ഞു. ഇത്രയുള്ള കാര്യം എൻ്റെ മുത്തശ്ശിയെ, അതിനിപ്പോൾ എന്താ കുഴപ്പമിട്ടോ? നമ്മളുണ്ടല്ലോ, നമ്മൾ ഗംഭീരമായിട്ട് തന്നെ ഗൗരിയുടെ പിറന്നാൾ നമ്മൾ ആഘോഷിച്ചിരിക്കും, ഇല്ലേ ആദർശേട്ടാ? പിന്നല്ലാതെ മുത്തശ്ശി, ഗൗരിയുടെ പിറന്നാളിൻ്റെ കാര്യം ആലോചിച്ച് എൻ്റെ മുത്തശ്ശിക്ക് ഒരു ടെൻഷനും വേണ്ട കേട്ടോ. അവളുടെ പിറന്നാൾ ഇത്തവണയും നമ്മൾ ഈ വീട്ടിൽ നല്ല ഗംഭീരമായിട്ട് നമ്മൾ ആഘോഷിച്ചിരിക്കും, പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്യാമിനെ നോക്കിയപ്പോൾ ഒരു കുലുക്കവും ഇല്ല. പ്രൊഫസറെ, നന്ദിനിയമ്മേ, ദേ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു വേണിയെ. അതെ, നമ്മുടെ ഗൗരിയുടെ പിറന്നാളിനെ എന്തെങ്കിലും ഒരു വമ്പൻ സർപ്രൈസ് അവൾക്ക് കൊടുക്കണം കേട്ടോ. ഗൗരിയും എന്താണെങ്കിലും കണ്ട് ഞെട്ടണം. അതുപോലെ ഒരു വെടിച്ചിലെ സർപ്രൈസ് കേട്ടോ. ഇത് കേട്ടോ ആരതി ചാടി അങ്ങ് എഴുന്നേറ്റു. അപ്പം നന്ദിനിയമ്മ ആരതി എന്ന് വിളിച്ച്. അതെ, എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചു. എല്ലാവരോടെ ചേർന്ന് ഗൗരി ചേച്ചിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോവല്ലേ? ആഘോഷിച്ചോ, സർപ്രൈസ് ഒരുക്കുവോ, സന്തോഷിപ്പിക്കുവോ, എന്താന്ന് വെച്ചാൽ ആയിക്കോ. പക്ഷേ ഈ വീട്ടിലെ ആർക്കെങ്കിലും എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അവരിതിനൊന്നും ഒരിക്കലും കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞ് ആരതി ചവിട്ടിത്തുള്ളി അങ്ങ് എഴുന്നേറ്റ് പോയി. അപ്പോൾ കുറച്ച് നേരം ശ്യാം അവിടെ എഴുന്നേറ്റ് ശ്യാമു എഴുന്നേറ്റു. ശ്യാമേ എന്ന് വിളിച്ചു. അപ്പോൾ മുത്തശ്ശി, അമ്മ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ നടത്തി തന്നിട്ടുണ്ട് എൻ്റെ പ്രാപ്തിക്കൊത്ത്. പക്ഷേ ഇനിയൊരു കാര്യം, ഈ ഒരു കാര്യം അത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞ് ശ്യാമു അകത്തേക്ക് കയറിപ്പോയി. മുത്തശ്ശിക്ക് ആകെ സങ്കടമായിട്ടോ. അപ്പോൾ വേഗം വിഷമിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ഗൗരിനെയും ശങ്കറിനെയാണ്. ഗൗരി, അത് പിന്നെ ഞാൻ ഡൗട്ട് അടിച്ച കാര്യമില്ലേ, അത് ശരിയാട്ടോ. ശങ്കർ എന്തിനെക്കുറിച്ചാണ് പറയണത്? ഞാനേ നമ്മുടെ ഗംഗയുടെ കാര്യമായിട്ടോ പറയണത്. ഗംഗയ്ക്ക് എന്ത് പറ്റി? ആഹാ, അതാട്ടോ എനിക്കും അറിയാത്തത്. ഗംഗയ്ക്ക് എന്താ പറ്റിയത്? ഞാൻ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവില്ല. ഇത്രയും നാളും അവൾ എന്നെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ അവളുടെ ആ പെരുമാറ്റത്തിൽ എന്തോ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അപ്പം തന്നെ ഡൗട്ട് അടിച്ചു. അപ്പോൾ വേഗം ഗൗരി ഒന്നും അറിയാത്ത പോലെ ഒതുക്കത്തി ചിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതെ, ഞാനത് പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞത്? സൗഹൃദമാണ്, തേങ്ങയാണ്, മാങ്ങയാണ് എന്നൊക്കെയല്ലേ നീ പറഞ്ഞത്? അതൊന്നുമല്ല കേട്ടോ. അവക്ക് പ്രേമാട്ടോ, പ്രേമ. പ്രേമോ? അതേന്നേ, പ്രേമം. എന്തേ പ്രേമം എന്നുള്ള വാക്ക് നീ കേട്ടിട്ടില്ലേ ഗൗരി? അല്ല, ഗംഗയ്ക്ക് ആരോടാ പ്രേമം? എൻ്റെ പൊന്ന് ഗൗരി, ഈ രാമായണം മുഴുവൻ കേട്ടിട്ട് രാമൻ സീതയുടെ ആരാന്ന് ചോദിച്ചതുപോലെയായി അവസ്ഥ. രാമായണവും ഗംഗയായിട്ട് എന്താ ബന്ധം? രാമായണവും ഗംഗയായിട്ട് ഒരു ബന്ധമില്ല. പക്ഷേ ഈ ശങ്കർ മഹാദേവനും ഗംഗയുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഗംഗ ശങ്കറിൻ്റെ ബന്ധുവല്ലേ? പിന്നെ പ്രത്യേകിച്ച് എന്തിനാ ബന്ധം ഉണ്ടാക്കുന്നത് ശങ്കു? ഈ ലോകത്തുള്ള പഠിപ്പികളെല്ലാം ഈ ടൈപ്പ് സാധനങ്ങളാണല്ലോ എൻ്റെ ദൈവമേ. ശങ്കർ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. മനസ്സിലാവുന്നത് പോലെ നേരെ ചൊവ്വ കാര്യം പറഞ്ഞാൽ എന്താ കുഴപ്പം? ഓഹോ, അപ്പം നേരെ ചൊവ്വ പറയാത്തല്ലേ കുഴപ്പം? എന്നാ നീ കേട്ടോട്ടോ. എന്നാ നീ കേക്ക് പ്രൊഫസറുടെ മോളെ. അതെ, അവൾക്കുണ്ടല്ലോ ആ ഗംഗ, അവൾക്ക് എന്നോട് പ്രേമം. എന്താ? അപ്പോൾ ഗൗരി ഇങ്ങനെ നിന്നിട്ട് ശങ്കർ എന്താ പറഞ്ഞത്? കണ്ടോ, നീ ഞെട്ടില്ലേ? നീ ഞെട്ടും. സത്യം മനസ്സിലാക്കിയപ്പോൾ ഞാനിങ്ങനെ ഒരു ഞെട്ടി. ഒരു ഞെട്ടലല്ല കേട്ടോ, ഒരു 1.5 ഞെട്ടലാണ് ഞാൻ ഞെട്ടിയത്. ഗംഗയ്ക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് ശങ്കറിന് എങ്ങനെയാണ് മനസ്സിലായത്? എങ്ങനെയാ മനസ്സിലായെന്നോ? അവൾ എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നേ. ആ ഗിഫ്റ്റിലെ അതിനകത്ത് ഒരു ഹാർട്ട്, ചുവന്ന ഹാർട്ട്. അത് മാത്രമല്ല, അതിലെന്താ എഴുതി വച്ചിരിക്കുന്നതെന്നറിയോ? എനിക്കെങ്ങനെ അറിയാം? ഞാൻ ആ ഗിഫ്റ്റ് കണ്ടില്ലല്ലോ. നിന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഗിഫ്റ്റ് കൊണ്ട് നടക്കാൻ പോവല്ലേ. ഞാനത് കിട്ടിയപ്പോൾ തന്നെ എടുത്ത് വലിച്ചെറിഞ്ഞു. അപ്പോൾ ഗൗരി ഇടയ്ക്ക് ഒതുക്കത്തിരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശങ്കു കണ്ടു, ഇടയ്ക്കൊരു ചിരി വരുന്നുണ്ട് എന്നുള്ളത്. ആഹാ, എന്തുട്ടാ ഗൗരി ഇത്? സ്വന്തം കെട്ടിയവനോട് ഒരു പെണ്ണിന് പ്രേമുണ്ടെന്ന് പറയുമ്പോൾ ഇരുന്ന് ചിരിക്കുന്നോ? ഞാൻ ചിരിച്ചിട്ടൊന്നുമില്ല. അവൾ ആ ഹാർട്ടിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് നിനക്കറിയോ? ഈ ഹൃദയത്തിൽ എനിക്ക് മാത്രമായിട്ട് ഇടം തരുമോന്ന്. എനിക്കിതൊന്നും വിശ്വസിക്കാനേ പറ്റണില്ല. ഓർമ്മ വെച്ച കാലം മുതൽ അവൾക്ക് എനിക്കറിയാവുന്നതാണ്.
ആ, എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം പിന്നെ നിൻ്റെ കാര്യം പറയണോ എൻ്റെ പൊന്നു ഗൗരിയെ? ഗംഗയുടെ കാര്യത്തിൽ എന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചില്ലെങ്കിൽ അവൾ കൈവിട്ട് പോട്ടോ. തീരുമാനിക്കണമെന്ന് വെച്ചാൽ ശങ്കർ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ റൂട്ടിൽ നിന്ന് ഗംഗേനെ ഒഴിവാക്കണമെങ്കിൽ അതിന് അവളുടെ എന്നോടുള്ള പ്രേമരോഗം മാറണമെങ്കിൽ ഞാനൊരു ഒറ്റ വഴിയേ കാണുള്ളൂ. അതെന്ത് വഴിയാ എന്ന് ചോദിച്ചു. നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം ഗംഗയ്ക്കൊന്നും മനസ്സിലാക്കി കൊടുക്കണം. എങ്ങനെ മനസ്സിലാക്കി കൊടുക്കണമെന്നാ? എൻ്റെ മനസ്സിൽ ഒരു കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. പക്ഷേ അതിന് നിൻ്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. നീ എൻ്റെ കൂടെ നിൽക്കണം. എന്തേ? എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കണം എന്ന് പറഞ്ഞു. നിൽക്കുമോ? അപ്പോൾ അവസാനം ഗൗരി ഇങ്ങനെ നിൽക്കുകയാണ്. ഗൗരി കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട കേട്ടോ. വഴി തെറ്റിപ്പോയൊരു കുഞ്ഞാടാണ് ഗംഗ. അതുകൊണ്ട് ആ കുഞ്ഞാടിനെ നമുക്ക് നേർവഴിക്കൊന്ന് നടത്താനായിട്ട് നമ്മൾ രണ്ടാളും നമ്മൾ സ്നേഹം അങ്ങോട്ട് അഭിനയിച്ച് തകർക്കുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ. എന്തു പറയുന്നു? നീ ഒന്ന് വെറുതെ നിന്ന് നടന്നാൽ മാത്രം മതി. എന്താ? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. സമ്മതിച്ചോ? എന്ന് പറഞ്ഞിങ്ങനെ തലയാട്ടി. അയ്യോ, ഇതൊരു പെട്ടിക്കടയിൽ ബൊമ്മക്കുരു ഇഴുന്നോണ്ട് തലയാട്ടുന്ന പോലെ ആട്ടാണ്ട് ആത്മാർത്ഥമായിട്ടൊന്ന് തലയാട്ടൻ്റെ പെണ്ണെ. അവസാനം ഗൗരി തലയാട്ടി. അത് തന്നെ, ഇതാണ് കേട്ടോ ആ തലയാട്ടൽ. ഈ തലയാട്ടലിന് ഒരാത്മാർത്ഥതയൊക്കെ ഉണ്ട്. നമ്മുടെ സ്നേഹം, നമ്മുടെ മനസ്സിൻ്റെ ഐക്യം, ഇതൊക്കെ ഗംഗയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ പദ്ധതി. അത് നമ്മൾ ആ പരിപാടി ഇപ്പം തന്നെ തുടങ്ങുക. കട്ടയ്ക്ക് കൂടെ നിന്നോണം. അപ്പോൾ ഗൗരി ഇങ്ങനെ നോക്കി നിന്നിട്ട് ഇടയ്ക്ക് ചിരി വരുന്നുണ്ട്. ശംഖുവിൻ്റെ ഓരോ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് കേട്ടോ ആള് ഭയങ്കര ഇതായിട്ടാണ് നിൽക്കണത് ശംഖു. അപ്പോൾ പിന്നെ ശങ്കർ വേഗം ഗൗരി ഇങ്ങനെ നോക്കുകയാണ്. അടിമുടി എന്താ ഇങ്ങനെ നോക്കണത്? ശരിയാവില്ല കേട്ടോ. അതെ, ഒട്ടും ശരിയാവില്ല. എന്ത് ശരിയാവില്ല എന്നാണ് ശങ്കർ പറയണത്? അല്ല, ഗംഗയോടൊപ്പം നീ കട്ടയ്ക്ക് നിൽക്കണം. ഒട്ടും പുറകിലല്ല കേട്ടോ, ഒരു പടി മുന്നിൽ തന്നെ നിൽക്കണം. നിൻ്റെ ഈ പട്ടുസാരി സെറ്റപ്പില്ലേ, അത് വേണ്ട കേട്ടോ. ഈ കുടുംബശ്രീ ഇമേജ് അതൊക്കെ ഒന്ന് മാറ്റി ഒരു മോഡേൺ ലുക്കാവണം. അതൊന്നും വേണ്ട, എനിക്ക് സാരി തന്നെ മതി എന്ന് പറഞ്ഞു. ഞാൻ സാരിയിൽ നല്ല ഐശ്വര്യമാണെന്ന് ശങ്കർ എന്നോട് പറയാറുണ്ടല്ലോ, എല്ലാവരും പറയാറുണ്ടല്ലോ. പിന്നെന്താ കുഴപ്പം എന്ന് ചോദിച്ചു. പിന്നെ എന്തിനാ ഇപ്പം ഞാൻ മോഡേൺ ആവുന്നത് എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നക്കിടാവേ, നീ ക്യൂട്ട് ലുക്ക് സാരി തന്നെയാണ്, സമ്മതിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, നമുക്ക് ജസ്റ്റ് ഒരു സോങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മാറ്റി പിടിക്കാന്നേ. സോങ്ങോ? അതിനിപ്പോൾ ഇവിടെ ആരാ പാടുന്നത്? ദാ എന്ന് പറഞ്ഞ ശങ്കർ ഒരു ഡ്രസ്സ് എടുത്ത് നേരെ ഗൗരിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ പുതിയ ഭാവത്തിലും പുതിയ രൂപത്തിലും ഒക്കെ ഇനി ഗൗരിയെ കാണാം നമുക്ക്. അപ്പോൾ ഗൗരി ഇത് വാങ്ങിയിട്ട് ഇതെന്താ ശങ്കു? മോളെ ഗൗരി, ശങ്കറിൻ്റെ ഉള്ളിലെ ഒരു പാട്ടുകാരൻ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഒരു മേമിക്രിക്കാരനോ ഒരുങ്ങിക്കിടപ്പുണ്ട് കേട്ടോ. അതും കൂടെ പുറത്ത് രണ്ടുകൂടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റംസ് പിടിച്ചാലോ? ശങ്കർ എന്താ ഈ പറയണത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. അതൊക്കെ മനസ്സിലാക്കി തരാം. നീ ഡ്രസ്സൊക്കെ ഇങ്ങനെ മാറിയിട്ട് വാ, എന്നിട്ട് ബാക്കി ഞാൻ പറയാന്നേ. അപ്പോൾ ഗൗരി ഇങ്ങനെ ഇതും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ പിന്നെ കാണുന്നത് നമ്മുടെ ശേഖരനെയാണ്. അപ്പോൾ ശേഖരൻ ഗംഗക്കുട്ടി എന്ന് പറഞ്ഞ് കൈ ബോക്സും പിടിച്ചുകൊണ്ട് വാതിൽ തന്ന് മുട്ടുകയാണ്. ഇത്ര വേഗം ഉറക്കായോ? അപ്പോൾ വീണ്ടും മുട്ടിയപ്പം വേഗം തന്നെ ഗംഗ എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്നു. എന്താ ശേഖരേട്ടാ? ശേഖരേട്ടനായിരുന്നോ? ഗംഗേ, എൻ്റെ കയ്യിലേ ഇനി എൻ്റെ ഹൃദയത്തിൽ നിനക്ക് മാത്രമേ ഇടുള്ളൂ കേട്ടോ. ഗംഗേ, ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാലേ, എൻ്റെ ഹൃദയം ഞാൻ തരാൻ തയ്യാറാണെന്ന്. എനിക്കെന്തിനാ ശേഖരേട്ടൻ്റെ ആ ഹാർട്ട്? എനിക്കാവശ്യമില്ല. കൊച്ചു കള്ളി, ഒന്നും അറിയാത്തതുപോലെ നീ ആക്ട് ചെയ്യാണല്ലേ എൻ്റെ പൊന്ന് ശേഖരേട്ടാ. നിങ്ങൾക്കിപ്പോൾ എന്താ പറ്റിയത്? നട്ടപ്രാന്തായോ? ഓ അതെ, ഭ്രാന്താണ്. പ്രണയം എല്ലാത്തിനും നട്ടപ്രാന്തെന്നാണല്ലോ പറയാറ്. അതുകൊണ്ട് തന്നെയാന്ന് പറഞ്ഞു. പ്രണയമോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എന്താ ശേഖരേട്ടാ എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം തന്നെ ഈ പെട്ടി എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോഴത്തേനും ഗംഗയുടെ കിളി പോയി എന്നുള്ള സത്യം. ഇത് ശംഖുവിന് കൊടുത്തത് എങ്ങനെ ശേഖരൻ്റെ കയ്യിലെത്തി എന്നോർത്തിട്ടാണ് ആൾ കിളി പോയതുപോലെ നിൽക്കുന്നത്. കണ്ടോ ഗംഗെ, കണ്ടോ ഇതെങ്ങനെ ശേഖരൻ്റെ കയ്യിലെത്തി? അതോ വായുദേവൻ എൻ്റെ കയ്യിലേക്ക് കൊണ്ടു തന്നതാ എന്ന് പറഞ്ഞു. അപ്പോൾ ശേഖരനെ ഇതും പിടിച്ചാന്ന് ഇപ്പൊന്ന് മനസ്സിലായി. കിളി പോയിട്ടാണ് ഇപ്പോൾ. രക്ഷയില്ല. അവസാനം ശേഖരൻ അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറി ഗംഗയും പോയി. അതേ ഗംഗെ, പുറമേ നിന്ന് നോക്കുമ്പോഴേ ശേഖരേട്ടൻ പരുക്കനാണ്, ഒരു മുരടാണ് എന്നൊക്കെ തോന്നുമെങ്കിലും
ദേ ഇങ്ങോട്ട് നോക്കി. ശരിക്കും പറഞ്ഞാലേ ശേഖരേട്ടൻ്റെ മനസ്സ് ഒരു മാടപ്രാവിൻ്റെ പോലെയാണ്. മാടപ്രാവോ നിങ്ങളോ എന്ന് ചോദിച്ചു. എന്നെ ചിരിപ്പിക്കാണ്ട് ഒന്ന് പോയേ ശേഖരേട്ടാ. ഞാൻ പോയിക്കോളാം, പക്ഷേ അതിനു മുൻപ് നീ മറ്റേതൊന്ന് പറ. എന്ത് പറയാൻ? എന്തെന്നാ പറയേണ്ടത്? ഗംഗക്കുട്ടി, ചുമ്മാ ഒന്നും അറിയാത്തതുപോലെ പറയല്ലേ. ഞാൻ സ്റ്റെട്ടി വടി പോലെ നിൻ്റെ മുന്നിൽ നിൽപ്പുണ്ട്. ഇനി നീ എന്നോടൊന്ന് തുറന്ന് പറ എന്ന് ചോദിച്ചു. മനസ്സ് തുറന്ന് ഇഷ്ടമാണെന്നൊന്ന് പറയ ശേഖരേട്ടാ. നിങ്ങൾ വല്ല കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മര്യാദയ്ക്ക് ഉറങ്ങിക്കിടന്ന് എന്നെ തട്ടി വിളിച്ചിട്ട് എന്തൊക്കെയാ ശേഖരേട്ടാ നിങ്ങളീ പറയണത് എന്ന് ചോദിച്ചു. ഗംഗക്കുട്ടി, ദേ നിൻ്റെ നമ്പർ ഇപ്പം എനിക്ക് മനസ്സിലായിട്ടോ. നിനക്ക് എന്നോട് ഉള്ളിൽ നല്ല ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ, എന്നിട്ട് നീ മറച്ചു വെക്കണമല്ലേ. പക്ഷേ നിൻ്റെ മനസ്സ് എൻ്റെ മുന്നേ തുറക്കാൻ നിനക്ക് പാടാണല്ലേ, അതല്ലേ നിൻ്റെ പ്രശ്നം. അയ്യോ, ഇതിപ്പോൾ എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ, അല്ലാതെ ഇങ്ങനെ വെളിവുകേടാവുമോ? മനസ്സ് തുറക്കാൻ മടിയാണെങ്കിൽ ശേഖരേട്ടൻ തന്നെ ശേഖരേട്ടൻ്റെ ഈ വിശാലമായ മനസ്സ് ഞാനങ്ങ് തുറക്കാട്ടോ. നീ ആഗ്രഹിച്ചതുപോലെ ഞാൻ എൻ്റെ ഹൃദയമില്ലേ, അത് നിനക്ക് ഞാൻ തുറന്നു തരാന്നേ. അപ്പം ഇങ്ങനെ നിൽക്കുമ്പോഴാണ്, അതെ പിന്നെ അപ്പോഴാണ് ഒരു പാട്ട് കേൾക്കണത്. ഇതെവിടെ നിന്ന് ഈ പാട്ട് കേൾക്കണത്? കേൾക്കുന്നുണ്ടോ? ഇല്ല, കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പം ഈ സമയത്ത് ആരാ ഒരു പാട്ട് പാടുന്നത് എന്ന് ഓർത്ത് ഗംഗ വേഗം അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഗംഗേ എന്ന് വിളിച്ച് ശേഖരന് എന്തൊരു കഷ്ടമാണ് നോക്കണേ. മനുഷ്യനെ സ്വസ്ഥമായിട്ട് എങ്ങനെ പ്രേമിക്കാൻ പോലും പറ്റില്ല. ഈ പച്ച പാതിരയ്ക്ക് ഈ സമയത്ത് ആരാണോ ഈ പാട്ട് വെച്ചിരിക്കുന്ന ഇഞ്ചിപ്പുളി കിടാവ് എന്നൊക്കെ പറഞ്ഞ് ശേഖരനാകെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.